ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു വീക്കിലെ ഒരു പ്രകടനം നമുക്ക് ഓവറോൾ ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുമ്പോൾ ഒരു നിരാശപ്പെടുന്ന ഒരു പ്രകടനമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആ ഒരു താരിഫ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും എങ്ങനെ എത്തരത്തിലായിരിക്കും എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിപണിയിലൊരു ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റി തുടങ്ങിയ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് വീക്കിലി ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 വരുമ്പോൾ 2.45% ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത്. ബാങ്ക് നിഫ്റ്റിയിൽ 1.5% അത്രത്തോളം അടുത്ത് നിൽക്കുന്ന ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. നമുക്കൊരു സെക്ടറൽ വൈസ് പെർഫോമൻസ് നോക്കുമ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സ് ഒക്കെ നോക്കുമ്പോൾ 5.76% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലോസ് ചെയ്ത ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സ് ആയിരുന്നു. എനർജി ഇൻഡെക്സിലും സമാനമായി തന്നെ 5% ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. മെറ്റൽ റിയൽറ്റിയിൽ 2% ഇടിവ്, ഓട്ടോ 2.49% ഇടിവ് എന്നിങ്ങനെയാണ് ഒരു ക്ലോസിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വീക്കിലി പെർഫോമൻസിൽ. ഏതായാലും ഇന്നത്തെ ഒരു അല്ലെങ്കിൽ ഈ ഒരു വീക്കിൽ ആദ്യത്തെ ഒരു ട്രേഡിംഗ് ദിവസത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ്, അനാലിസും അത്തരത്തിലുള്ള ഇൻഫർമേഷൻസും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ ഇൻഹൗസ് എക്സ്പെർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. ഏതായാലും യു എസ് മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഇൻഡെക്സിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ഇപ്പോൾ AI ബബിൾസിൻ്റെ ഇഷ്യൂസൊക്കെ അവിടെ ഓൾറെഡി നിലനിന്ന രീതിയിലുള്ള വാർത്തകളുണ്ടായിരുന്നു. മാത്രമല്ല യു എസിൽ ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുമ്പോഴും യു എസിലെ തീരുമാനങ്ങളൊക്കെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയായിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. യു എസ് മാർക്കറ്റിലെ ഒരു വ്യൂ അറിഞ്ഞതിന് ശേഷം നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിൽ താങ്കളുടെ ഒരു വ്യൂ ഇപ്പോൾ എന്താണ്? വിഷ്ണു, അമേരിക്കൻ ഇൻഡെക്സിലോട്ട് വരുന്നതിന് മുൻപ് ഇന്നലെ ഒരു പുതിയ വാർത്ത വന്നിരുന്നു, informing us that Department of Justice, American Federal Reserve Chairman ആയിട്ടുള്ള ജെറോം പവലിന് അഗേൻസ്റ്റ് ആയിട്ട് ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്ന്. ഇത് എനിക്ക് തോന്നുന്നത് ഫെഡറൽ റിസർവിന്റെ ചരിത്രത്തില് സീറ്റിലിരിക്കുന്ന ഒരു ചെയർമാൻ അഗേൻസ്റ്റും ഇതുപോലെ ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടില്ല. നമുക്ക് എല്ലാം അറിയാം, ട്രംപിന് ജെറോം പവലിന് വളരെ ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ്. ജെറോം പവലിന്റെ ഒരു ടേം നോക്കിക്കഴിഞ്ഞാൽ 2-3 മാസത്തിനുള്ളിൽ അദ്ദേഹം റിട്ടയർ ചെയ്യാനിരിക്കുന്നു. ബട്ട് എങ്കിലും ആ ഒരു ഡെവലപ്മെന്റിനെ തുടർന്ന് ഇന്നലെ അമേരിക്കൻ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ നമുക്ക് അല്പം വീക്ക്നെസ് വീക്കെൻഡിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ബട്ട് അറ്റ് ദിസ് പോയിന്റ് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ അണ്ടർടോൺ നോക്കുമ്പോഴേക്കും ബുള്ളിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ 49,800 പോയിന്റ് ആയിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 50,100 പോയിന്റ്. ഈ ഒരു നെഗറ്റീവ് വാർത്ത വന്നതിനെ തുടർന്ന് നമുക്ക് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 48,700 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിന്റെ വീക്ക്നെസ് കാണാൻ സാധിക്കും. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് 27,200, മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 26,000 പോയിന്റും ആയിരിക്കും. സാറിന് ഏതായാലും നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് വരാം. കമ്മോഡിറ്റി മാർക്കറ്റിൽ നമ്മൾ ഇന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ട്രേഡിംഗ് കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട്. ബ്രെൻഡ് WT ക്രൂഡൊക്കെ ഇപ്പോൾ ഏകദേശം 0.9% ഒരു നേട്ടം രേഖപ്പെടുത്തി, അല്ലെങ്കിൽ 1% ഒരു നേട്ടത്തിലേക്ക് നീങ്ങുന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഓയിലിൽ ഇനിയും താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഒരു മുന്നേറ്റത്തിനുള്ള സാധ്യത കാണുന്നുണ്ടോ? വിഷ്ണു, നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ക്രൂഡിന്റെ കേസിൽ ഒത്തിരി വീക്ക്നെസ് കാണാൻ സാധിച്ചു. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും നമുക്കൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചെങ്കിൽ അതിനുശേഷമുള്ള 3 ട്രേഡിംഗ് സെഷൻസിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ആ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതിനെ തുടർന്ന് ഷോർട്ട് ടേം ബെയറിഷ് ട്രെൻഡ് ഇപ്പോൾ സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് $60 ആയിരിക്കും. $60 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് $61.90. നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ $55.25 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സാറിന് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. നിഫ്റ്റി 50യെ സംബന്ധിച്ച് 193 പോയിൻറ്റിൻ്റെ ഒരു ഇടിവായിരുന്നു. 25,683 എന്നൊരു നിലയിലാണ് വെള്ളിയാഴ്ചത്തെ ഒരു ട്രേഡിംഗ് ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലും കഴിഞ്ഞ ഒരു വീക്കിലി ട്രേഡിംഗ് ഒക്കെ നോക്കുമ്പോൾ നമ്മൾ കണ്ടതാണ്, ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു മൊത്തത്തിലൊരു ട്രേഡിംഗ് നടന്നതായിട്ട് കാണാൻ സാധിച്ചത്. ഗ്ലോബൽ ടെൻഷൻസ് ഒക്കെ തന്നെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. താങ്കളുടെ ഓവറോൾ ഒരു എക്സ്പെക്റ്റേഷൻ മാർക്കറ്റിൽ എന്താണ് ഇനിയുള്ളത്? ഒരു പാനിക് സെല്ലിങ്ങിനുള്ളൊരു സാധ്യതയാണോ, അതോ ഒരു ഷോർട്ട് ടൈം ആയിട്ടുള്ളൊരു ഇടിവ് മാത്രമായിട്ട് ഇത് കണ്ടാൽ മതി? ഏതൊക്കെയാണ് കൂടാതെ ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകളും? വിഷ്ണു, നമുക്ക് പാനിക് സെല്ലിങ്ങിന് ഒരു പോസിബിലിറ്റി അറ്റ് ദിസ് പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നമുക്ക്
ഇനി 2 മേജർ ഇവന്റ്സിന് വേണ്ടിയായിരിക്കാം നമ്മൾ ആസ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ആദ്യത്തെ നാച്ചുറലി ഇന്ന് മുതൽ ക്വാർട്ടർലി റിസൾട്ട് വന്നു തുടങ്ങും. ആൻഡ് അതിനുശേഷം ഫെബ്രുവരി 1-ാം തീയതി നമുക്കറിയാം യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു. സോ ആ ഒരു 2 ഇവന്റിനെ തുടർന്ന് നാച്ചുറലി വി ഹാവ് ടു ബി പ്രിപ്പയർഡ് ഫോർ വോളറ്റിലിറ്റി. നൗ നിഫ്റ്റി 50യുടെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ നൽകിയതിനു ശേഷം തുടർച്ചയായിട്ട് നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായത്. അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് ഷോർട്ട് ടേം ബുള്ളിഷ് ട്രെൻഡ് ഇപ്പോൾ സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാനുള്ള അവസരങ്ങൾ വളരെ കുറവായിട്ടാണ് കാണുന്നത്. ഈ ആഴ്ച നമുക്ക് ഷോർട്ട് കവറിംഗ് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് 26,000 പോയിന്റ് മുതൽ 26,150 ഈ ഒരു റേഞ്ച് ആയിരിക്കും മേജർ റെസിസ്റ്റൻസ്. സോ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ വരുന്ന സമയത്ത് നമ്മൾ ലോങ് പൊസിഷൻസ് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കണം. അറ്റ് ദിസ് പോയിന്റ് ലോ റിസ്കിലുള്ള ബൈങ് അവസരങ്ങൾ വളരെ കുറവായിട്ടാണ് കാണുന്നത്. സാറിന് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 59,251 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തത്. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 434 പോയിൻറ്റിൻ്റെ ഒരു ഇടിവായിരുന്നു കാണാൻ സാധിച്ചത്. ഈ ഒരു വീക്കും ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്കിങ് ഓഹരികൾ സംബന്ധിച്ചൊരു പ്രധാന വീക്ക് എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഒരു Q3 റിസൾട്ടുകളൊക്കെ ഈ വീക്കിലാണ് ബാങ്ക് നിഫ്റ്റിയിലൊക്കെ പ്രധാനപ്പെട്ട ഓഹരികളുടെയൊക്കെ വരാനിരിക്കുന്നത്. എസ്പെഷ്യലി HDFC ബാങ്ക്, ICICI ബാങ്കിൻ്റെ ഒക്കെ ഒരു റിസൾട്ട് വരുമെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഒരു സ്ഥിരതയുള്ള ഒരു പ്രകടനം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് മാർക്കറ്റിൽ അനലിസ്റ്റുകൾക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ പ്രതീക്ഷ ഇപ്പോൾ എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് നോക്കുമ്പോഴേക്കും വളരെ മേജർ ഒരു സപ്പോർട്ട് ഏരിയ 59,100 പോയിന്റ് ആയിരുന്നു ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല അറ്റ് ദിസ് പോയിന്റ് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. എങ്കിലും നിഫ്റ്റി ബാങ്കിങ് സ്റ്റോക്സിൽ നമുക്ക് ലോ റിസ്കിലുള്ള ബൈങ് അവസരങ്ങൾ വളരെ കുറവായിട്ട് കാണുന്നത്. ഈ ആഴ്ച ഒരു റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 60,000 പോയിന്റ് ആയിരിക്കും. നമ്മളിപ്പോൾ മേജർ ബാങ്കിങ് സ്റ്റോക്സ് നോക്കുമ്പോഴേക്ക് അൺഫോർച്ചുനേറ്റ്ലി HDFC ബാങ്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ നിഫ്റ്റി 50യെ കുറിച്ച് സംസാരിച്ചിരുന്നു. സോ നിഫ്റ്റി 50യിൽ കഴിഞ്ഞ ആഴ്ചത്തെ വീക്ക്നെസ്സിന് ഒരു പ്രധാന കാരണം ഇറ്റ് വാസ് ദ സെൽ ഓഫ് ഇൻ HDFC ബാങ്ക്. HDFC ബാങ്കിന്റെ കയ്യിൽ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് പൊസിഷൻ വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കണം. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. അറ്റ് ദ സെയിം ടൈം ICICI ബാങ്കിന്റെ കേസിൽ വിച്ച് അണ്ടർ പെർഫോമിംഗ് നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്ന വെള്ളിയാഴ്ച വളരെ ഹെൽത്തി ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നമുക്ക് ICICI ബാങ്കിന്റെ കേസിൽ കാണാൻ സാധിച്ചു. ICICI ബാങ്കിന്റെ കേസിൽ ഇന്നും നാളെ ഒക്കെ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 1380 മുതൽ 1395 വരെ ആയിരിക്കും. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കും. സാർ, ഈ ഒരു വീക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമെന്ന് പറയുന്നത് IT കമ്പനികളുടെയൊക്കെ ഒരു Q3 റിസൾട്ട് വരാനിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. മൊത്തത്തിൽ ഈ ഒരു IT മേഖലയിൽ നോക്കുമ്പോൾ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു വളർച്ചയ്ക്കുള്ള ഒരു സാധ്യത എന്നാണ് ഇപ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പല പ്രധാനപ്പെട്ട കമ്പനികളുടെയൊക്കെ തന്നെ റിസൾട്ടുകൾ ഏതായാലും വരുന്നുണ്ട്. IT ഇൻഡെക്സിൽ താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ എന്താണ്? ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഒക്ടോബർ മാസത്തിന് മുതൽ നമുക്ക് കണ്ടിന്യൂസ് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ആൻഡ് കഴിഞ്ഞ ഒരു 3 ആഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും വളരെ ഹെൽത്തി ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു ഈ സെക്ടറിൽ നമുക്ക് കാണാൻ സാധിച്ചു. അതിനെ തുടർന്ന് നമുക്ക് വളരെ ലോ റിസ്കിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഈ സെക്ടറിൽ ഫോം ആയിട്ടുണ്ട്. നമ്മൾ നിഫ്റ്റി IT ഇൻഡെക്സിന്റെ കേസിൽ 38,320 റെസിസ്റ്റൻസ് ആയിരിക്കും ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ 38,700. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 39,200 പോയിന്റ് ആയിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ്. ഈ സെക്ടറിലെ ചില മേജർ സ്റ്റോക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ TCSന്റെ കേസിൽ വളരെ സ്ട്രോങ് സപ്പോർട്ട് 3,160 ഫോം ചെയ്തിട്ടുണ്ട്. ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ ഒരു പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കാം. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 3,280, 3,330 ആയിരിക്കും. 3,330 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. HCL ടെക്നോളജിയുടെ കേസിൽ നമുക്ക് ലോ റിസ്കിലെ ബൈങ് അവസരം കാണുന്നില്ല. എങ്കിലും കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ഇറ്റ്. 1,700 ആയിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ് ലെവൽ. വിപ്രോയുടെ കേസിലും കറന്റ് ലെവൽസിലെ ലോ റിസ്കിലെ ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. 260 രൂപയായിരിക്കും മേജർ സപ്പോർട്ട്. എനിക്ക് തോന്നുന്നില്ല ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. മേജർ റെസിസ്റ്റൻസ് 270 രൂപയെ കാണുന്നു.
And finally, Infosys case എടുക്കുമ്പോഴേക്കും again the undertone continues to be bullish. So current ലെവൽസിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ 1645 ആയിരിക്കും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 1685 ആയിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ്. സർ, ഐ ടി കമ്പനികളുടെ റിസൾട്ടിലോട്ട് വരുമ്പോൾ ഇപ്പോൾ മിഡ് ക്യാപ്പിൽ അല്ലെങ്കിൽ ലാർജ് ക്യാപ്പ് കമ്പനികളല്ലാത്ത കമ്പനികളിൽ അല്ലെങ്കിൽ കോഫോർജ്, പെർസിസ്റ്റൻ്റ് അത്തരത്തിലുള്ള കമ്പനികളിലൊക്കെ ഈ ഒരു ലാർജ് ക്യാപ്പിനേക്കാളും മികച്ചൊരു റിസൾട്ട് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വിപണി അനലിസ്റ്റുകളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ അത്തരത്തിലുള്ള ഒരു ഓഹരികളുടെയൊക്കെ ഒരു വ്യൂ കൂടി അറിയേണ്ടതുണ്ട്. അതിനായി ഇപ്പോൾ നമുക്ക് ആദ്യം ചോദിക്കാനുള്ളത് കോഫോർജുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. കോഫോർജിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞൊരു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ 2.1% ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ വീക്കിലി നമ്മളൊരു ഷോർട്ട് ടൈമിൽ നോക്കുമ്പോൾ ഒരു ഇടിവ് രേഖപ്പെടുന്ന നിലയിലുമാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കോഫോർജിൻ്റെ ഓഹരികളിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? കോഫോർജിന്റെ കേസിൽ ഒക്ടോബറിന് ശേഷം ഒത്തിരി വോളറ്റിലിറ്റിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് കഴിഞ്ഞ ഡിസംബർ തുടക്കം മുതൽ തന്നെ വളരെ ഹെവി സെല്ലിംഗ് പ്രഷർ ഈ സ്റ്റോക്ക് നേരിട്ടിരിക്കുന്നു. അതിനെ തുടർന്ന് അൺഫോർച്ചുനേറ്റ്ലി ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിരിക്കുന്നു. നമുക്ക് കറന്റ് ലെവൽസിൽ ഒരു ലോ റിസ്ക് ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. സോ ഈ സ്റ്റോക്കിലും IT ഇൻഡെക്സിലും നമുക്ക് റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ ലുക്ക് ഔട്ട് ഫോർ ഷോർട്ട് കവറിംഗ്. ബട്ട് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ലോ റിസ്കിലെ ബൈങ് അവസരം കിട്ടുമെന്ന്. നമ്മൾ LTI മൈൻട്രി നോക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. LTI മൈൻട്രിയുടെ കേസിൽ കഴിഞ്ഞ 3 ആഴ്ചക്കിടെ വളരെ ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് നടന്നിരിക്കുന്നത്. 5960 രൂപയുടെ സ്റ്റോപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും ലോങ് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കാം. 6160 ആയിരിക്കും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവൽ. ലാസ്റ്റ് ആൻഡ് ടു ബ്രോ ടെക്നോളജി സർവീസസിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ലോ റിസ്കിലെ ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ സൈഡ് വേസ് ആയി തുടരുന്നു. ബിർള സോഫ്റ്റിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തുടരുന്നു. നമ്മൾ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 417 രൂപയിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സാറിന് നമുക്ക് IRDAയുമായി ബന്ധപ്പെട്ടുള്ളൊരു വ്യൂ ആണ് അറിയേണ്ടത്. 3.24% ഇടിവാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചത്. 136 എന്നൊരു പ്രൈസിലാണ് ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. IRDAയെ സംബന്ധിച്ച് Q3 റിസൾട്ട് വന്നപ്പോൾ ലാഭത്തിൽ 37.6% ഒരു നേട്ടമാണ് രേഖപ്പെടുത്താൻ സാധിച്ചത്. 585 കോടിയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കുമ്പോൾ 34.7% വർധനവിൽ 897 കോടി രൂപ രേഖപ്പെടുത്താനും ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു ട്രേഡിംഗ് ഓവറോൾ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കാര്യമായൊരു മുന്നേറ്റമൊന്നും ഇല്ലാതെയുള്ളൊരു ട്രേഡിംഗ് ആണ് നമുക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെ ഈ ഒരു ഓഹരിയിൽ കാണുന്നത്. ഒരു കൺസോൾട്ടേഷനൊക്കെ എന്നാൽ കാണാനും സാധിക്കുന്നുണ്ട്. ഒരു ട്രെൻഡ് റിവേഴ്സൽ സാധ്യത താങ്കൾ ഈ ഒരു ഓഹരിയിൽ കാണുന്നുണ്ടോ? വിഷ്ണു, നമ്മൾ IRDA നോക്കുമ്പോഴേക്കും ഡിസംബർ മാസത്തിന് ശേഷം ഒത്തിരി വോളറ്റിലിറ്റി ഈ സ്റ്റോക്കിലും കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ലോങ് ടേം ട്രെൻഡ് ബെയറിഷുമായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 133 നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറന്റ് ലെവൽസിൽ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ലോ റിസ്കിലെ ബൈങ് അവസരങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 151 അതിനുശേഷം 156 റെസിസ്റ്റൻസ് ലെവൽസ് ഇത് ബ്രേക്ക് ചെയ്യണം. സാർ, ഈ ടാറ്റ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടുള്ളൊരു വ്യൂ ആണ് അറിയേണ്ടത്. കമ്പനിയെ സംബന്ധിച്ചൊരു ന്യൂസ് ഉള്ളത് ടാറ്റ ക്യാപിറ്റൽ ഇപ്പോൾ ഒരു ബ്ലോക്ക് ഡീൽ ന്യൂസാണ് ഷെയർ ചെയ്യാനുള്ളത്. ഏതായാലും സൊസൈറ്റി ജനറലെ ഓഹരികൾ വാങ്ങിയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 50.82 കോടി രൂപയുടെ ഒരു വാങ്ങലാണ് നടത്തിയിരിക്കുന്നത്. ഓഹരി ഒന്നിന് 354 എന്നൊരു പ്രൈസിലാണ് ഈ ഒരു ഡീൽ നടന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഓവറോൾ ഒരു ലിസ്റ്റിങ്ങിന് ശേഷം നമ്മളിപ്പോൾ കാണുന്നത് കഴിഞ്ഞ 2 മാസങ്ങളിലൊക്കെ ആയിട്ട് വലിയ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ടാറ്റ ക്യാപിറ്റൽ ഇപ്പോഴൊരു ട്രേഡിംഗ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല നമുക്ക് ഈ ഒരു ഓഹരിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ചത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ 1.5% ഒരു നേട്ടവും രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ട്. ടാറ്റ ക്യാപിറ്റലിൽ താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോഴെന്താണ്? ടാറ്റ ക്യാപിറ്റലിന്റെ കേസിൽ ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. അറ്റ് ദ പോയിന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 350 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. എങ്കിലും കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല.
സാറിന് നമുക്ക് അവന്യൂ സൂപ്പർ മാർട്ടിൻ്റെ അല്ലെങ്കിൽ ഡി മാർട്ടിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലത്തെ ഒരു ട്രേഡിംഗ് അല്ലെങ്കിൽ വെള്ളിയാഴ്ചത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ 3801 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് 0.3% ഒരു നേട്ടമായിരുന്നു രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. ഓഹരിയെ സംബന്ധിച്ച് എടുത്ത് പറയേണ്ടത് കമ്പനിയുടെ ഒരു Q3 റിസൾട്ട് ലഭ്യമായിട്ടുണ്ട്. വരുമാനത്തിൽ 13.3% ഉയർച്ചയാണ് രേഖപ്പെടുത്തിയത്. 18,101 കോടിയാണ് രേഖപ്പെടുത്തിയത്. ലാഭം 18.3% ഉയർച്ച രേഖപ്പെടുത്താനും ഇത്തവണ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഏതായാലും ഓവറോൾ ഒരു ട്രേഡിങ്ങിലോട്ട് പോകുമ്പോൾ കഴിഞ്ഞ ഒരു 4 മാസമായി നോക്കുമ്പോൾ ഒരു ബെയറിഷ് ട്രെൻഡിലാണ് ഓഹരിയിൽ ഒരു ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു പാദഫലത്തിന് ശേഷം ഇനി കമ്പനിയിൽ എന്താണ് താങ്കളുടെ ഒരു പ്രതീക്ഷ? ഒരു ട്രെൻഡ് റിവേഴ്സൽ സാധ്യത ഉണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് കവറിംഗ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 3580 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേം ബുള്ളിഷ്നെസ് കാണണമെങ്കിൽ 3930, ലോങ് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 4240 റെസിസ്റ്റൻസ് ലെവൽസ് ഇത് ബ്രേക്ക് ചെയ്യണം. സാർ, നമ്മൾ മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡിൽ പലപ്പോഴായി മെൻഷൻ ചെയ്തൊരു സ്റ്റോക്കായിരുന്നു മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഓട്ടോയിൽ നിന്നുള്ള. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ച് എടുത്ത് പറയേണ്ടത് നമ്മൾ മെൻഷൻ ചെയ്തതിനൊക്കെ ശേഷം ഓഹരി ഒരു നേട്ടം രേഖപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണാനും സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഓട്ടോ സെയിൽസ് ഡാറ്റ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ പുറത്ത് വന്നിട്ടുണ്ട്. എന്നാൽ വിൽപ്പനയിൽ 27.1% ഒരു കുറവാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ കയറ്റുമതി നോക്കുമ്പോഴും 9.3% ഒരു കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പ്രൊഡക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 25% ഒരു ഉൽപ്പാദന വർധനവാണ് വരുത്തിയിരിക്കുന്നത്. ഏതായാലും റിസൾട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു നിരാശപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഓഹരിയെ സംബന്ധിച്ചൊരു ഹയർ ലെവൽസിലൊക്കെയാണ് ഇപ്പോൾ ഒരു ട്രേഡിംഗ് തുടരുന്നത്. ഏതായാലും കമ്പനിയുടെ ഒരു ചാർട്ട് നോക്കുമ്പോൾ താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഒരു മുന്നോട്ടുള്ളൊരു സാധ്യതയാണോ അതോ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇടിവ് പ്രതീക്ഷിക്കണോ ഇനി? വിഷ്ണു, നമ്മൾ M&M സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നിഫ്റ്റി 50യോടൊപ്പം തന്നെ കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിലും ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നത്. സോ വളരെ സിമിലർ പാറ്റേൺ ടു ദ നിഫ്റ്റി 50. ഓൾ ടൈം ഹൈ നമുക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ കഴിഞ്ഞ ആഴ്ച നൽകിയതിന് ശേഷമായിരുന്നു പ്രോഫിറ്റ് ടേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 3620 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. സാറിന് ഈ ഫെനിക്സ് മിൽസിനെ കുറിച്ചുള്ളൊരു വ്യൂ ആണ് അറിയേണ്ടത്. നമ്മൾ കമ്പനിയുടെ ഒരു ബിസിനസ് അപ്ഡേറ്റിലോട്ട് വരുമ്പോൾ മനസ്സിലാകുന്നത് റീറ്റെയിൽ പോർട്ട്ഫോളിയോ ഉപഭോഗം നോക്കുമ്പോൾ 20% ഒരു വർധനമാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉത്സവകാല റീറ്റെയിൽ ഉപഭോഗം ഇരട്ടിയോളം വർദ്ധിച്ചു എന്ന രീതിയിലൊരു പോസിറ്റീവായിട്ടുള്ളൊരു വാർത്തയുണ്ട്. ഏതായാലും ഈ റെസിഡൻഷ്യൽ സെയിൽസ് ഒക്കെ നോക്കുമ്പോഴും വലിയ രീതിയിലൊരു ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ബിസിനസ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ഓവറോൾ ഓഹരിയുടെ ഒരു ട്രേഡിംഗ്, ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണുന്ന ഒരു ലോങ് ടൈം ട്രെൻഡ് നോക്കുമ്പോഴും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഓൾമോസ്റ്റ് ഓഗസ്റ്റിന് ശേഷം ഓഹരിയിൽ ഒരു ബുള്ളിഷ് ട്രെൻഡ് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു ഓൾ ടൈം ഹൈയുടെ അടുത്തേക്കാണ് ഇപ്പോൾ ഒരു ട്രേഡിംഗ് ഓഹരിയുടെ ഒരു ചാർട്ട് നോക്കുമ്പോൾ തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് എന്താണ്? ഈ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്കിനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ? So Phoenix Mills in the case, long term and short term trend bullish ആയി തുടരുന്നു. At the point നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 1860 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ 1920 അതിനുശേഷം 1965 റെസിസ്റ്റൻസ് ആയിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. സാറിന് നമുക്ക് കോൾ ഇന്ത്യയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. കോൾ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മളൊരു ട്രേഡിംഗ് നോക്കുമ്പോൾ കാണുന്നത്, സാർ എനിക്ക് ആ ഒരു ഡാറ്റ ഇപ്പോൾ ലഭ്യമല്ല. താങ്കൾക്ക് ആ ഒരു ഡാറ്റ ലഭ്യമുണ്ടെങ്കിൽ കോൾ ഇന്ത്യയുടെ ഒരു ടേക്ക് പറയാമോ? കോൾ ഇന്ത്യയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. നവംബർ അവസാനത്തോടു കൂടിയായിരുന്നു നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ടേൺ റൗണ്ട് കാണാൻ സാധിച്ചത്. ഈ ഒരു കേസിൽ നമ്മൾ ഓർക്കേണ്ടത് ഭാരത് കോക്കിംഗ് ലിമിറ്റഡിന്റെ IPO കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഓപ്പൺ ചെയ്ത്. അതിനെ തുടർന്നായിരിക്കണം നമുക്ക് ഈ ഒരു ശക്തമായ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൽ 410. ആകെ സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ ലോ റിസ്ക് ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കും. ഈ ഒരു സ്റ്റോക്കിനോടൊപ്പം തന്നെ നമുക്ക് വേറെ ചില പബ്ലിക് സെക്ടർ സ്റ്റോക്സ് സ്റ്റഡി ചെയ്യാൻ സാധിക്കുന്നത്. വൺ ഇസ് NHPC. NHPCയുടെ കേസിൽ ഡിസംബർ മാസത്തിന് ശേഷം ശക്തമായിട്ടൊരു ബൈങ് ഇൻട്രസ്റ്റ് വന്നതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് 84 രൂപയും മേജർ സപ്പോർട്ടായിട്ട് ശ്രദ്ധിക്കേണ്ട 81 രൂപയും ആയിരിക്കണം.
SJVN കേസ് എടുക്കുമ്പോഴേക്കും വളരെ സിമിലർ പാറ്റേൺ. ഈ ഒരു കേസിൽ ലോങ് ടേം ട്രെൻഡ് ഇസ് ബെയർ, ഷോർട്ട് ടേം സൈഡ് വേസ് മാറിയിട്ടുണ്ട്. ശ്രദ്ധിച്ചിരിക്കേണ്ട ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 80 രൂപ 50 പൈസ, അതിനുശേഷമുള്ളത് 90 രൂപ 50 പൈസ. ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കും. മൂന്നാമത്തെ ഒരു പബ്ലിക് സെക്ടർ ഇതേപോലെ ഒരു പാറ്റേൺ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇറ്റ് ഇസ് NTPC. സോ NTPCയുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 333. എനിക്ക് തോന്നുന്നില്ല ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ആൻഡ് ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ആഴ്ച തന്നെ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ലഭിക്കും. നമ്മൾ ഈ ഒരു 4 സ്റ്റോക്കിന്റെ ഒരു സിമിലാരിറ്റി നോക്കിക്കഴിഞ്ഞാൽ NTPC, കോൾ ഇന്ത്യ, SJVN, NHPC, ഇത് 4 പബ്ലിക് സെക്ടർ, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി റിലേറ്റഡ് ടു പവർ ജനറേഷൻ. സാർ, നമുക്ക് അടുത്തറിയേണ്ട ഒരു ഓഹരി ക്യൂപ്പിഡാണ്. ക്യൂപ്പിഡിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ 6.35% ഒരു നേട്ടമാണ് കഴിഞ്ഞ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചതായിട്ട് കാണുന്നത്. 424 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. സാർ, ഈ ഒരു ഓഹരി നമ്മൾ നോക്കുമ്പോൾ ഏപ്രിൽ 2025 ശേഷം ഒരു ഓൾ ടൈം ഹൈ വരെയുള്ള ഒരു ലെവൽസ് നോക്കുമ്പോൾ ഒരു 7 ടൈംസിൻ്റെ വലിയൊരു നേട്ടമാണ് നൽകിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. തുടർച്ചയായ എല്ലാ മാസവും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരുന്നു. എന്നാൽ നമ്മൾ ഈ ഒരു മാസം, ഈ ഒരു ജനുവരി നോക്കുമ്പോൾ ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഓൾമോസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ 18% ഇടിവ് ഇത്രയും ദിവസം കൊണ്ട് ഈ ഒരു ജനുവരിയിൽ ഇടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തുടരാനുള്ള ഒരു സാധ്യതയാണോ, അല്ലെങ്കിൽ ഈ ഒരു വലിയ നേട്ടത്തിന് ശേഷം ഈ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം വീണ്ടും ഓഹരിയിൽ ഒരു ഉയർച്ചയാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? വിഷ്ണു, ക്യൂപ്പിഡിന്റെ കേസിൽ ആദ്യം തന്നെ ഓർക്കേണ്ടത് ദിസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോഴേക്കും നമുക്ക് മാർച്ച് 2025 മുതൽ വലിയൊരു നേട്ടമായി സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. ഏകദേശം 70 രൂപയിൽ ട്രേഡ് ചെയ്ത സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ച 520 രൂപ വരെ നേട്ടം നൽകിയിരുന്നു. സോ ഐ തിങ്ക് ദ സ്റ്റോക്ക് ഇസ് റിയലി ഓവർ ഹീറ്റഡ്. ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മാനേജ് ചെയ്യണം. കറന്റ് ലെവൽസിൽ ഈ സ്റ്റോക്കിൽ പുതിയ പൊസിഷൻ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഈ സ്റ്റോക്കിൽ എനിക്ക് കാണാൻ സാധിക്കുന്ന പാറ്റേൺ ഇസ് വെരി സിമിലർ ടു ഡിക്സൺ ടെക്നോളജി. ഡിക്സൺ ടെക്നോളജിയുടെ കേസ് എടുക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതേപോലെ 2023 2500 രൂപയിൽ ട്രേഡ് ചെയ്ത സ്റ്റോക്ക് 19,000 റുപ്പീസ് വരെയായിരുന്നു നമുക്ക് നേട്ടം നൽകിയത്. 19,000 രൂപ എത്തിയതിനു ശേഷം കണ്ടിന്യൂസ് സെല്ലിങ്ങിനെ തുടർന്ന് ഇപ്പോൾ നിലവിലുള്ള ട്രേഡിംഗ് ഇസ് അറൌണ്ട് 11,500 റുപ്പീസ്. സോ ഇത്തരം സ്റ്റോക്കിലൊക്കെ നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി പൊസിഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് വേണം ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. സാറിന് നമുക്ക് ബ്ലാക്ക് ബോക്സിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് ട്രേഡിൻ്റെ 3% ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത്. ഓഹരിയിൽ ഏപ്രിലിന് ശേഷം, അതായത് ഏപ്രിലിൽ ഒരു ഡിമാൻഡ് സോണിൽ നിന്നും ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് എടുത്തതിന് ശേഷം ഒരു 39% ഒരു നേട്ടം രേഖപ്പെടുത്തിയ നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലെ എന്നാൽ ഒരു നേരിയ കൺസോൾട്ടേഷൻ കാണുന്നുണ്ട്. ബ്ലാക്ക് ബോക്സിൻ്റെ ഓഹരിയിൽ താങ്കളുടെ പ്രതീക്ഷ എന്താണ്? നമുക്ക് ബ്ലാക്ക് ബോക്സ് നോക്കുമ്പോൾ സെയിം സിറ്റുവേഷൻ ലൈക്ക് ക്യൂപ്പിഡ്. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. ആൻഡ് കഴിഞ്ഞ ഒരു 3-4 ആഴ്ചത്തെ ട്രേഡിംഗ് പെർഫോമൻസ് നോക്കുമ്പോഴേക്കും ഹൈ വോളറ്റിലിറ്റി ആയി സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി മാത്രമല്ല ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ ഹൈ പോസിബിലിറ്റി കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 500 രൂപ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ബിറ്റ്വീൻ 540-580 പൊസിഷൻ വൈൻഡപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും വൈൻഡപ്പ് ചെയ്യുക. സാറിന് ഷിപ്പ് ബിൽഡിങ്ങിൽ നിന്നുള്ള ഒരു ഓഹരിയാണ് GRSE സംബന്ധിച്ച് 0.21% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 2,454 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഇപ്പോഴത്തെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, GRSE, കൊച്ചിൻ ഷിപ്പ്യാർഡ്, മാസഗോൺ ഡോക്ക്, ഈ 3 ഷിപ്പ് ബിൽഡിംഗ് സ്റ്റോക്സിനും വളരെ സിമിലർ പാറ്റേണാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസമായിട്ട് നമുക്ക് ഈ സ്റ്റോക്കിലൊക്കെ നമുക്കൊരു ഷോർട്ട് കവറിങ്ങും കൺസോൾട്ടേഷനും കാണാൻ സാധിക്കുന്നുണ്ട്. GRSEയുടെ കേസിൽ ആ ഒരു കൺസോൾട്ടേഷനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വൈസ് ആയി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 3,350 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2,620 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ആകാൻ നല്ല പോസിബിലിറ്റി കാണുന്നുണ്ട്. ഇത് എടുത്തു പറയാനുള്ള കാര്യം, യൂണിയൻ ബഡ്ജറ്റ് വരുന്ന സമയത്ത് ദർസ് എ ബിഗ് എക്സ്പെക്ടേഷൻ ദാറ്റ് ഡിഫൻസ് സെക്ടറിന് വലിയൊരു അലൊക്കേഷൻ ലഭിക്കുമെന്ന്. സോ ഗാർഡൻ റീച്ചിനോടൊപ്പം നമുക്ക് ശ്രദ്ധിക്കാവുന്ന മാസഗോൺ ഡോക്കിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ റെസിസ്റ്റൻസ് 2,650, അതിനുശേഷം 2,840.
കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 1680 അതിനുശേഷം 1820 ഈ രണ്ട് റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്താൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 4600 അത് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിന് ശേഷമുള്ള റെസിസ്റ്റൻസ് 4690 രൂപ. ആൻഡ് ഫൈനലി ഭാരത് ഡൈനാമിക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1640 ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. സാറിന് അടുത്ത് അറിയേണ്ടത് എൻഡോരോ ഹെൽത്ത് കെയറിനെ സംബന്ധിച്ചാണ് 0.6% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. അതായത് 1174 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സാർ, നമ്മൾ ഈ ഒരു ഓഹരിയുടെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞൊരു വീക്കിലി പെർഫോമൻസിൽ 4% ഒരു നേട്ടം, അതിന് മുമ്പത്തെ ഒരു വീക്കിൽ 17% ഒരു നേട്ടം, മാത്രമല്ല ഒരു വോളിയം നോക്കുമ്പോൾ വലിയ രീതിയിൽ ഇൻക്രീസ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. തുടർച്ചയായ ഒരു വീക്കിൽ ഇടിവിന് ശേഷമാണ് നമ്മൾ ഈ കഴിഞ്ഞ 2 വീക്കുകളിലായി ഇത്തരത്തിലുള്ളൊരു മാറ്റം കാണുന്നത്. ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ സാധ്യതയാണോ? താങ്കളുടെ ഒരു ഒപ്പീനിയൻ ഈ ഒരു ഓഹരിയിൽ എന്താണ്? തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിൽ എനിക്ക് രണ്ട് കൺസേൺ. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്, ട്രേഡിംഗ് ലിക്വിഡിറ്റി കാര്യമായിട്ടില്ല. എങ്കിലും കഴിഞ്ഞ 3 ആഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ വളരെ ശക്തമായിട്ടൊരു ബൈങ് ഇൻട്രസ്റ്റാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൽ ട്രെൻഡ് റിവേഴ്സൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. 1130 നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 1230 ആയിരിക്കും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. സാർ, അടുത്ത് അറിയേണ്ടത് IMFയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. അതായത് ഇന്ത്യൻ മെറ്റൽസ് ആൻഡ് ഫെറോ അലോയ്സ് ലിമിറ്റഡ്. നമ്മൾ ഈ ഒരു ഓഹരി നോക്കുമ്പോൾ തുടർച്ചയായ ഒരു നേട്ടത്തിനൊക്കെ ശേഷം നമ്മളൊരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ കാണുന്നത് കഴിഞ്ഞ വീക്കിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തി, അല്ലെങ്കിൽ ഹയർ ലെവൽസിൽ നിന്ന് താഴോട്ട് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇതൊരു ഹയർ ലെവൽസിൽ നിന്നുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ? ഈ പ്രോഫിറ്റ് ബുക്കിംഗ് തുടരാനുള്ള ഒരു സാധ്യതയാണോ? അതോ ഇനിയും ഒരു നേട്ടം ഓഹരിയിൽ പ്രതീക്ഷിക്കാമോ നമുക്ക്? ഈ സ്റ്റോക്കിന്റെ കേസിൽ മെറ്റൽ ഇൻഡെക്സിനോടൊപ്പം തന്നെ വലിയൊരു മുന്നേറ്റം കാണാൻ സാധിച്ചത്. സോ അറ്റ് ദിസ് പോയിന്റ് ദ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഷോർട്ട് ടേമിൽ അല്പം വീക്ക്നെസ് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നത് ഡ്യൂ ടു പ്രോഫിറ്റ് ടേക്കിംഗ്. കൈവശം ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ 1160 സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 1320, അതിനുശേഷം 1360, 1400. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല 1400 റെസിസ്റ്റൻസ് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. സാർ, അടുത്തായി അറിയേണ്ടത് നുവാമ വെൽത്ത് മാനേജ്മെൻ്റ് ആണ്. 1.6% ഇടിവാണ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത്. 1424 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ചാർട്ട് പാറ്റേൺ നോക്കുമ്പോൾ ഒക്ടോബറിന് ശേഷം ആ ഒരു വീക്ക് തുടങ്ങി നമുക്ക് തുടർച്ചയായ ഒരു കൺസോൾട്ടേഷനാണ് വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. കാര്യമായൊരു മുന്നേറ്റമൊന്നും ഈ ഒരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് ഒക്ടോബറിന് ശേഷം കാണാൻ സാധിക്കുന്നില്ല. താങ്കളുടെ ഒരു പ്രതീക്ഷ എന്താണ്? ഈ ഒരു കൺസോൾട്ടേഷന് ശേഷം എന്താണ് ഈ ഒരു ഓഹരിയിൽ പ്രതീക്ഷിക്കേണ്ടത്? ന്യൂവാമയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. സോ അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ലോ റിസ്കിൽ ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ 1380 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. നമുക്കൊരു ബ്രേക്ക് ഔട്ട് സ്ഥിരീകരിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 1540 റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. ഈ ഒരു സ്റ്റോക്ക് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഇതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 361 കേസിൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ നമുക്ക് ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചിരുന്നു. ഈ ഒരു സ്റ്റോക്കിന്റെ കേസ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. ഏഞ്ചൽ 1ന്റെ കേസ് നോക്കുമ്പോഴേക്കും ഒരു വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. ഇൻഫാക്ട് ഏഞ്ചൽ 1ന്റെ കേസിൽ നമുക്ക് പൊസിഷൻ ഉണ്ടെങ്കിൽ 2318 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആദ്യം സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ ഹൈ പോസിബിലിറ്റിയാണ് കാണുന്നത്. ഈ ഒരു സ്റ്റോക്കിലും നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. ഈയിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഗ്രോയുടെ കേസിലും കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ അല്പം സെല്ലിംഗ് പ്രഷർ കാണാനിടയായി. 150 നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു ബുള്ളിഷ് കാണണമെങ്കിൽ 170 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. സാർ, എന്നാൽ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗെയിലാണ്. ഗെയിലിനെ സംബന്ധിച്ച് 1% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. 164 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. കാര്യമായൊരു നേട്ടമൊന്നും നമുക്ക് കഴിഞ്ഞൊരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ഓഹരിയിൽ താങ്കളുടെ ഒരു പ്രതീക്ഷ എന്താണ്? ഇപ്പോഴൊരു സപ്പോർട്ട് സോണിനടുത്താണോ ഓഹരിയിൽ ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്? Unfortunately, no.
ഈ സ്റ്റോക്ക് നോക്കുമ്പോഴേക്കും ഓഗസ്റ്റ് മാസവും നവംബർ മാസത്തിനും ഇടയിൽ വളരെ നല്ലൊരു കൺസോൾട്ടേഷൻ, നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ആയിരുന്നു ഫോം ചെയ്തത്. ബട്ട് നവംബർ അവസാനത്തോടു കൂടി ഈ സ്റ്റോക്കിൽ വളരെ ഹെവി സെല്ലിംഗ് പ്രഷർ ആയിരുന്നു വീണ്ടും കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയർഷിയായി മാറിയിരിക്കുന്നു. നമുക്ക് കറന്റ് ലെവൽസിൽ ഒരു ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ 170 മുതൽ 177 ഈ ഒരു റേഞ്ചിലായിരിക്കും ഈ സ്റ്റോക്ക് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു സാർ, ഇത്ര അപ്ഡേറ്റ്സ് പ്രേക്ഷകർക്കായി പങ്കുവച്ചത്. ഏതായാലും ഇന്നത്തെ ഒരു മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കണം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഓരോ സ്റ്റോക്കും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് സ്വയം പഠിക്കുക. ഒപ്പം സെബി രജിസ്ട്രേഡ് അനലിസ്റ്റ് പോലുള്ളവരുടെ ഒപ്പീനിയൻസ് തേടിയതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക. നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. ആ ഒരു ഷോയുമായി ഇപ്പോൾ നിഖിലും മുഹമ്മദ് സഫാനും ജോയിൻ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. നന്ദി, നമസ്കാരം.